ഹലോ, +1 എക്കണോമിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ എക്കോണമി 1950 ടു 1990. ടോട്ടൽ 3 പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിന്റെ ഒരു ടോട്ടൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഗോൾസ് ഓഫ് ഇന്ത്യസ് 5-year പ്ലാൻസ്. Then, development policies in different sectors like agriculture and industry sectors such as. Okay. Then thirdly, regulated എക്കണോമിയുടെ മെറിറ്റും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും എന്തെല്ലാമാണെന്നാണ്. നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 നമ്മുടേത് ഒരു ഇൻഡിപെൻഡന്റ് നാഷനായി മാറി. എന്നാൽ ആ സന്തോഷത്തോളം തന്നെ വലുതായിരുന്നു നമ്മൾ നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങളും. അതിലൊന്നായിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത് അതിന്റെ സമ്പദ് വ്യവസ്ഥ വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്ന് നമുക്കറിയാം അല്ലേ. ബ്രിട്ടീഷ് ഭരണം താറുമാറാക്കിയിട്ടിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയായിരുന്നു. ലോകത്തിലെ തന്നെ 3 സമ്പദ് വ്യവസ്ഥകൾ അഥവാ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സ്ഡ് എക്കണോമി ആണെന്ന് നമുക്കറിയാം. ഈ കൂട്ടത്തിൽ സോഷ്യലിസത്തിനോടായിരുന്നു നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന് കൂടുതൽ അനുഭാവം ഉണ്ടായിരുന്നത്. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, സമത്വം എന്നൊരാശയത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും സോവിയറ്റ് യൂണിയനിൽ നിലനിന്നിരുന്ന രീതിയിലുള്ള ഒരു സോഷ്യലിസ്റ്റ് എക്കണോമി ആയിരുന്നില്ല അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. വളരെ റിജിഡായിട്ടുള്ള ഒരു സിസ്റ്റവും ഒരിക്കലും നിലനിൽക്കില്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം പിൽക്കാലത്ത് മിക്സഡ് എക്കണോമി എന്നൊരാശയം അദ്ദേഹമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം തിരഞ്ഞെടുത്തത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 3 എക്കോണമിയും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ ഷോർട്ട് ആക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ദയവ് ചെയ്ത് അത് കാണാൻ ശ്രമിക്കും. ഇതൊരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളവും സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് പരിഹരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളിയായിട്ട് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എക്കണോമിയിൽ ഈ പ്രശ്നപരിഹാരം നടത്തുന്നത് മാർക്കറ്റ് ആയിരിക്കും. ദെൻ സോഷ്യലിസ്റ്റ് എക്കണോമിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ പ്രശ്നപരിഹാരം നടത്തുന്നത് ഗവൺമെന്റുകളായിരിക്കും. ദെൻ മിക്സ്ഡ് എക്കണോമിയിൽ ഈ 2 കൂട്ടരും ഒരേപോലെ ഇടപെടുകയും ഏത് വിഭാഗത്തിനാണ് കൂടുതൽ മുൻതൂക്കം വരുന്നതെന്ന് വെച്ചാൽ അവർ ഇടപെട്ട് ആ പ്രശ്ന പരിഹാരം നടത്തുന്നതായിരിക്കും. ദെൻ ഈ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് പരിഹരിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന മെത്തേഡ്സിലുള്ള വ്യത്യാസമാണ് മറ്റൊന്ന്. മാർക്കറ്റ് എക്കണോമിയിൽ ഇത് പ്രൈസ് മെക്കാനിസമാണ്. ദെൻ സോഷ്യലിസ്റ്റ് എക്കണോമിയിലേക്ക് വരുമ്പോൾ അവിടെ പ്ലാനിംഗ് എന്ന മെക്കാനിസമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ദെൻ മിക്സ്ഡ് എക്കണോമിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 രീതിയിലുള്ള മെക്കാനിസവും ഉപയോഗപ്പെടുത്താറുണ്ട്. ഈ 3 എക്കോണമിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു തന്നതാണ് ഈ ഒരു രീതി. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇന്ത്യ സ്വീകരിച്ചത് ഒരു മിക്സഡ് എക്കണോമി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറിനും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു ഇന്ത്യയുടെ വികസന രീതികളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിലുള്ള വർധനവിനെയാണ് യഥാർത്ഥത്തിൽ എക്കണോമിക് ഗ്രോത്ത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇൻക്രീസ് ആവും തോറും അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ദെൻ മോഡേണൈസേഷൻ എന്ന വേർഡ് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന്, അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജീസ് ഇൻ ഫാംസ്, ഫാക്ടറീസ് ആൻഡ് സർവീസസ്. It will raises productivity. Okay. Then രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് മോഡേണൈസേഷൻ ഇൻ ഔട്ട്ലുക്ക് ആണ്. സോഷ്യൽ ഈവിൾസ് ലൈക്ക് കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, ഇൻഫീരിയർ സ്റ്റാറ്റസ് ടു വുമൻ എക്സെട്ര ഷുഡ് ബി ഇറാഡിക്കേറ്റഡ്. ഇറ്റ്സ് ഓൾസോ നെസസറി ഫോർ ഇൻക്രീസിങ് ഇൻ പ്രൊഡക്ടിവിറ്റി. സെൽഫ് റിലയൻസ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം ഇറക്കുമതികളെ ആഭ്യന്തര ഉൽപ്പാദനം കൊണ്ട് പ്രതിസ്ഥാപനം ചെയ്യുക എന്നതാണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. Import substitution. This followed a policy of import substitution. Import substitution means substituting import with domestic product. Then last ആയിട്ട് equity അഥവാ സമത്വം. All the goals of 5-year plans become meaningless in the absence of equity. കാരണം ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ നേട്ടങ്ങൾ ദരിദ്രർക്ക് കൂടെ എത്തിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, പ്രാഥമിക വിദ്യാഭ്യാസം, ദെൻ റീസെൻ്റ്ലി ആരോഗ്യം,
തുടങ്ങിയ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാ ഇന്ത്യക്കാർക്കും നിറവേറ്റുവാൻ കഴിയേണ്ടതുണ്ട്. ഇതാണ് സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത്തരം പ്ലാനിങ്ങിലൂടെ അഗ്രികൾച്ചർ സെക്ടറിൽ പ്രധാനമായിട്ടും 2 ഇനീഷ്യേറ്റീവായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ലാൻഡ് റിഫോംസും ഗ്രീൻ റെവല്യൂഷനുമായിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ രീതിയിലുള്ള മാറ്റമാണ് യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണം അഥവാ ലാൻഡ് റിഫോംസ് എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. ഇതിന് പ്രധാനമായിട്ടും 2 ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. രണ്ടാമത്തേത്, ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള അസമത്വം കുറയ്ക്കുക. ജമീന്ദാർമാരെ പോലെയുള്ള ഇടത്തട്ടുകാരെ ഒഴിവാക്കൽ, കൃഷിഭൂമി കർഷകന് വിതരണം ചെയ്യുക, കാർഷിക സ്വത്തിന് പരിധി നിർണ്ണയിക്കുക, പരിധിക്ക് പുറത്തുള്ള ഭൂമി മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുക, മിച്ചഭൂമി ഭൂരഹിതർക്ക് പുനർവിതരണം ചെയ്യുക എന്നിവയായിരുന്നു ലാൻഡ് റിഫോംസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇടത്തട്ടുകാരുടെ നിർമ്മാർജ്ജനം 200 ലക്ഷം കുടിയാന്മാരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി. എന്നിരുന്നാലും ഇന്ത്യയിൽ ഭൂപരിഷ്കരണം ഒരു വിജയമായിരുന്നില്ല. കാരണങ്ങൾ മറ്റൊന്നുമായിരുന്നില്ല. പരിഷ്കരണം പല പ്രദേശങ്ങളിലും കടുത്ത എതിർപ്പ് നേരിട്ടു. നിയമത്തിലെ ചില പഴുതുകൾ ജന്മിമാർ ചൂഷണം ചെയ്തു. ജന്മിമാർ ഭൂപരിഷ്കരണ നിയമം കോടതിയിൽ ചോദ്യം ചെയ്യുകയും അവ നടപ്പിലാക്കുന്നതിൽ താമസമുണ്ടാക്കുകയും ചെയ്തു. അത്തരത്തിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടില്ല എങ്കിൽ പോലും വലിയൊരു രീതിയിൽ വിജയം നേടാൻ ഭൂപരിഷ്കരണത്തിന് സാധിച്ചില്ല. ദെൻ കാർഷിക മേഖലയിലെ രണ്ടാമത്തെ മാറ്റമായിരുന്നു ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ. പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാനായി അഗ്രികൾച്ചർ സെക്ടറിൽ എടുത്തിട്ടുണ്ടായിരുന്ന വേരിയസ് സ്റ്റെപ്സ് ആണ് ഗ്രീൻ റെവല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. HYV സീഡ്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹൈ yielding വെറൈറ്റി സീഡ്സ് എന്ന് വെച്ചാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. ഹരിത വിപ്ലവം നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് HYV ക്രോപ്സിന്റെ ഉപയോഗമായിരുന്നു. ദെൻ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ദെൻ യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി ഇൻ അഗ്രികൾച്ചർ. പിന്നെ കൃത്യമായ ഇടവേളകളിലുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസും ഉറപ്പാക്കി. ലാൻഡ് റിഫോംസ് പോലെ ആയിരുന്നില്ല ഹരിത വിപ്ലവം ഇന്ത്യൻ ഭക്ഷ്യോൽപാദനത്തിൽ വലിയ തോതിലുള്ള വർധനവുണ്ടാക്കി. 1950-51 കാലയളവിൽ നമ്മുടെ ഉൽപാദനം 50.8 മില്യൺ ടൺസ് ആയിരുന്നു. 2014-15 ആയപ്പോഴേക്കും ഇത് 252.68 മില്യൺ ടണ്ണായി ഉയർത്താൻ നമുക്ക് സാധിച്ചു. ഇതോടുകൂടി ഇന്ത്യ സെൽഫ് സഫീഷ്യൻ്റ് ആയി. ദെൻ ഫുഡ് ഗ്രെയിൻസ് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വില കുറയുകയും അത് സാധാരണക്കാർക്ക് കൂടി ലഭ്യമാവുന്ന രീതിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യ റെഡ്യൂസ് ദ പ്രൈസസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് ഇറ്റ് ബെനിഫിറ്റ്സ് പുവർ പീപ്പിൾ. ഇത്തരത്തിൽ സെൽഫ് സഫീഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ കരുതൽ ശേഖരം അഥവാ ബഫർ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ ഇത് സഹായിച്ചു. സോ ഗ്രീൻ റെവല്യൂഷൻ വലിയൊരു വിജയം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാക്കിയത്. എന്നാൽ ഇപ്പം നമ്മൾ കണ്ടത് പോസിറ്റീവ് സൈഡ് മാത്രമാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഗ്രീൻ റെവല്യൂഷൻ HYV ക്രോപ്സിനും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനും അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജിക്കുമാണ് പ്രാധാന്യം കൊടുത്തത് എന്ന് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങിക്കുവാൻ ശേഷി ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്ത് സാമ്പത്തികമായിട്ട് അത്രമേൽ മുന്നോക്കം നിൽക്കുന്ന കർഷകർക്ക് മാത്രമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രീൻ റെവല്യൂഷൻ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിച്ച് ആയിട്ടുള്ള കർഷകരെയായിരുന്നു. കർഷകർക്കിടയിൽ ഒരു ഡിസ്പാരിറ്റി വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കി. ദെൻ ഹൈ ഡോസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും മണ്ണിൻ്റെ ഘടന മാറാൻ അത് കാരണമാവും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൃഷി ഇറക്കിയ വിളനിലത്തിൽ കുറച്ചധികം കാലത്തേക്ക് പിന്നെ മറ്റൊന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മണ്ണിൻ്റെ ഘടന ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും മാറ്റി. ഇങ്ങനെ മണ്ണിൻ്റെ ക്വാളിറ്റി ഇത്രമേൽ കുറയുകയാണെങ്കിൽ കർഷകർക്ക് തീർച്ചയായിട്ടും ഇത്തരം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാതിരിക്കാമായിരുന്നു അല്ലേ? പക്ഷേ HYV ക്രോപ്സ് എന്ന് പറയുന്നത് ഇൻസെക്ട്സിനും പെസ്റ്റിനുമെല്ലാം അഥവാ കീടങ്ങൾക്കെല്ലാം മോർ ഈസിലി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകർ ഇത്തരത്തിലുള്ള കെമിക്കലുകൾ യൂസ് ചെയ്യാൻ നിർബന്ധിതരാവുകയായിരുന്നു. അത് വീണ്ടും വീണ്ടും മണ്ണിനെ വഷളാക്കിക്കൊണ്ടേയിരുന്നു. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഹരിത വിപ്ലവത്തിൻ്റെ കാണാപ്പുറം എന്ന് പറയുന്നത്. ഈ ഒരു കാലയളവിൽ കാർഷിക രംഗത്തെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സബ്സിഡികൾ നൽകിയിട്ടുണ്ടായിരുന്നു.
എന്നാൽ സബ്സിഡിക്ക് അനുകൂലമായും പ്രതികൂലമായും ഉള്ള വാദങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ രീതികൾ സ്വീകരിക്കുവാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സബ്സിഡികൾ അത്യാവശ്യമാണെന്നും ഇന്ത്യയുടെ കാർഷിക രംഗം ലാഭകരമായ ഒന്നല്ല, അതുകൊണ്ട് സബ്സിഡി തീർച്ചയായിട്ടും ഏർപ്പെടുത്തണമെന്നും വാദിച്ചവരുണ്ടായിരുന്നു. പാവപ്പെട്ട കർഷകർക്കുള്ള സഹായം എന്ന നിലയിൽ സബ്സിഡി അനിവാര്യമാണ് എന്നവർ വാദിച്ചു. ദരിദ്രരും സമ്പന്ന കർഷകരും തമ്മിലെ അന്തരം കുറയ്ക്കുവാൻ സബ്സിഡി അത്യാവശ്യമായിരുന്നു. മാത്രവുമല്ല, സബ്സിഡി കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നു എന്ന കണ്ടെത്തലും അവർ നടത്തുകയുണ്ടായി. എന്നാൽ നൽകുന്ന സബ്സിഡിയിലെ ഭൂരിഭാഗവും സമ്പന്ന കർഷകർ കൈക്കലാക്കുകയും സബ്സിഡിയുടെ ഒരു പ്രധാന ഭാഗം പോകുന്നത് വളം വ്യവസായത്തിലേക്ക് മാത്രമാണ് എന്നതായിരുന്നു ഇതിനെ പ്രതികൂലിച്ചവരുടെ കണ്ടെത്തലുകൾ. പുതിയ സാങ്കേതിക വിദ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് സബ്സിഡി തുടരേണ്ടതില്ല എന്നൊരാവശ്യം അവരുന്നയിച്ചു. കാരണം ഗവൺമെന്റിന് ധാരാളം പണം നഷ്ടമാകുന്നത് ഈ വഴിക്കാണ് എന്നവർ കണ്ടെത്തി. സബ്സിഡികൾ നൽകുന്നത് മൂലം കർഷകർക്ക് വസ്തുക്കളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, ഇത് വിഭവങ്ങൾ പാഴാക്കി കളയുന്നതിലേക്ക് നയിക്കുന്നു എന്നും അവർ കണ്ടെത്തി. ഇതായിരുന്നു സബ്സിഡിയെ സംബന്ധിച്ച് അന്ന് നിലനിന്നിരുന്ന പ്രധാന വാദഗതികൾ. എന്നാൽ 1950-90 കാലയളവിൽ പൊതുമേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്ന് നമുക്ക് അറിയാം. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു സമീപനം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ പ്രൈവറ്റ് സെക്ടറിന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മിക്സഡ് എക്കണോമി ആയിരുന്നു ഇന്ത്യ സ്വീകരിച്ചത് എങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യലിസം പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകി. സ്വകാര്യ മേഖലയ്ക്ക് വലിയ തോതിലുള്ള നിക്ഷേപം നടത്തുവാനുള്ള വിഭവങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. രാജ്യം ദരിദ്രമായിരുന്നത് കാരണം കമ്പോളം വികസിതമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖല വലിയ നിക്ഷേപത്തിന് ഒരുക്കമായിരുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇനി നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഏത് രീതിയിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് എന്നതിലേക്കാണ്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഇൻ 1956. ഈ ഒരു വ്യവസായ നയം കമാൻഡിംഗ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു. ഇതുപ്രകാരം സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന തന്ത്രപ്രധാന വ്യവസായങ്ങൾ ഗവൺമെന്റിന് കീഴിലായിരിക്കും എന്ന് പറയപ്പെടുകയും സന്തുലിത പ്രാദേശിക വികസനം വ്യവസായ നയത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ലൈസൻസിംഗ് സമ്പ്രദായം വഴിയാണ് ഈ ലക്ഷ്യം നേടാൻ ശ്രമിച്ചത്. 1956 IPR വ്യവസായങ്ങളെ പ്രധാനമായിട്ടും മൂന്നായിട്ടായിരുന്നു തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഗോൾ എന്ന് പറയുന്നത് ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത് ആയിരുന്നു. വ്യവസായങ്ങളെ തരംതിരിച്ചിരുന്നത് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള അഥവാ പബ്ലിക് സെക്ടറിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള വ്യവസായങ്ങളും പൊതുമേഖലയ്ക്കൊപ്പം തന്നെ സ്വകാര്യ മേഖലയ്ക്കും പ്രവർത്തിക്കാവുന്ന വ്യവസായങ്ങൾ. പക്ഷേ പൊതുമേഖലയ്ക്കായിരിക്കും അവിടെ പ്രാമുഖ്യം ഉണ്ടാവുക. സ്വകാര്യ മേഖലയ്ക്ക് ഒരു സപ്ലിമെൻ്ററി റോള് മാത്രമേ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ദെൻ സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്ത വ്യവസായങ്ങൾ. 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷന് തൊട്ടു മുൻപ് നിലവിൽ വന്ന ഒരു കമ്മിറ്റി ആയിരുന്നു കാവി കമ്മിറ്റി അഥവാ വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി. 1955 ഇത് നിയമിക്കപ്പെട്ടത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്നതായിരുന്നു ഈ കമ്മിറ്റി. കാരണങ്ങൾ മറ്റൊന്നുമായിരുന്നില്ല. ലെസ് ഇൻവെസ്റ്റ്മെന്റ്, ലെസ് ഇമ്പോർട്ട്സ്, മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ലെസ് പൊല്യൂഷൻ. വളരെ ചുരുങ്ങിയ ചെലവിൽ പ്രധാനമായിട്ടും ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ച് ഉടലെടുക്കുന്ന ഇത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റൂറൽ ഏരിയാസിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിക്കുമെന്നും കൂടാതെ ഇത്തരം കുടിൽ വ്യവസായങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്നത് റോ മെറ്റീരിയൽസ് ആയിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനെ ആയതുകൊണ്ട് തന്നെ അത് അഗ്രികൾച്ചർ സെക്ടറിനെയും വലിയ രീതിയിൽ പരിപോഷിപ്പിക്കും എന്ന വിശ്വാസത്തോടു കൂടിയായിരുന്നു ഈ ഒരു കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ട്രേഡ് പോളിസി. 1950-90 കാലയളവിൽ നടന്നിട്ടുണ്ടായിരുന്ന ട്രേഡ് പോളിസി മനസ്സിലാക്കിയാൽ മാത്രമേ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ അത് ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രേഡ് പോളിസി ഏത് രീതിയിലായിരുന്നു എന്ന് നോക്കാം. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ ഇറക്കുമതിയെ ആഭ്യന്തര ഉൽപ്പാദനം കൊണ്ട് പകരം വയ്ക്കുക എന്നതായിരുന്നു ട്രേഡ് പോളിസി കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ദിസ് വാസ് ഇംപ്ലിമെന്റഡ് ത്രൂ ദി പോളിസി ഓഫ് പ്രൊട്ടക്ഷൻ. ഇവിടെ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
പ്രൊട്ടക്റ്റിംഗ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻസ്. ഈ ഒരു പ്രൊട്ടക്ഷൻ നടപ്പിലാക്കിയിരുന്നത് ടാരിഫ് ആൻഡ് കോട്ട സിസ്റ്റത്തിലൂടെയായിരുന്നു. ഇമ്പോർട്ടിൻ്റെയോ എക്സ്പോർട്ടിൻ്റെയോ മേൽ ചുമത്തുന്ന ടാക്സിനെയാണ് ടാരിഫ് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുവിന് മേൽ ഉയർന്ന ടാക്സ് അഥവാ ടാരിഫ് ചുമത്തുകയും എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾക്ക് കമ്പാരിറ്റീവ്ലി ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ അളവിലുള്ള ടാരിഫ് ഉപയോഗപ്പെടുത്തുകയും വഴി നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചു. ഇനി കോട്ട എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ആയിരുന്നു. ഇനി ഇത്തരത്തിലുള്ള പോളിസികൾ കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും വഴി ഇൻഡസ്ട്രിയൽ സെക്ടറിന് എത്രമാത്രം ലാഭം ഉണ്ടായി അല്ലെങ്കിൽ നഷ്ടങ്ങൾ എത്രമാത്രം സംഭവിച്ചു എന്ന് നോക്കാം. 1950-51 ഇന്ത്യയുടെ GDP യിൽ വ്യവസായ മേഖലയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കേവലം 11.8% ആയിരുന്നു. അത് 1990-91 കാലഘട്ടമായപ്പോഴേക്കും 24.6% ആയിട്ട് ഉയർന്നു. അതായത് ഡ്യൂറിങ് 1950-1990 ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രൂ 6% പെർ ഇയർ. ഈ ഒരു കാലയളവിൽ ഇന്ത്യയുടെ വ്യവസായ മേഖല വളരെയധികം വൈവിധ്യവൽക്കരിക്കപ്പെട്ടു, ഡൈവേഴ്സിഫൈഡ് ആയി. കാരണം ചെറുകിട വ്യവസായങ്ങൾ വികസിതമായി. ഇത് ഒട്ടേറെ വ്യവസായ സംരംഭങ്ങളെ സൃഷ്ടിച്ചു. കൂടാതെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും നൽകി. ആഭ്യന്തര വ്യവസായങ്ങൾ, അതായത് നേരത്തെ കണ്ടതുപോലെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് വർ സ്ട്രെങ്തൻ ടു പ്രൊട്ടക്ഷൻ. പക്ഷേ ഇത്തരം നേട്ടങ്ങളെ പോലെ തന്നെ പല ഡെഫിഷ്യൻസീസും ഇതിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ലൈസൻസിങ് ഏർപ്പെടുത്തിയതോടുകൂടി അത് ലൈസൻസ് പെർമിറ്റ് രാജിലേക്ക് നയിക്കുകയും അതിൻ്റെ പരിണിത ഫലമായിട്ട് റെഡ് ടാപ്പിസവും കറപ്ഷനും ഉണ്ടാവുകയും ചെയ്തു. പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ വളർച്ച പലപ്പോഴും പബ്ലിക് സെക്ടറിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി. ചില മേഖലകൾ പൊതുമേഖലയ്ക്ക് അഥവാ പബ്ലിക് സെക്ടറിന് റിസർവേഷൻ ഏർപ്പെടുത്തിയത് കാരണം അവിടെ ഒരു മത്സരം, ഒരു കോമ്പറ്റീഷൻ ഇല്ലാതാവുകയും ഇത് പിന്നീട് കാര്യക്ഷമത കുറവിലേക്ക് നയിക്കുകയും ചെയ്തു. മാത്രമല്ല പ്രൊട്ടക്ഷൻ ത്രൂ ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓൾസോ ക്രിയേറ്റഡ് ഇൻഎഫിഷ്യൻറ്റ് യൂണിറ്റ്സ്. ഇത്രയുമാണ് സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.